ഹായ് ഓൾ, വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. സോ നമ്മൾ ഇന്ന് ക്ലാസ് 12 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് മേജർ കോൺസെപ്റ്റുകൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ നമുക്കറിയാം നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ആൻഡ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മളുടെ ഗ്യാമേറ്റ്സ് ആയിട്ടുള്ള സ്പേമും ഓവത്തിന്റെയും ഒക്കെ സ്ട്രക്ചേഴ്സും നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. സോ ഇന്നത്തെ ഒരു കോൺസെപ്റ്റുവൽ വീഡിയോ ആയിട്ട് ഞാൻ സ്ട്രക്ചർ ഓഫ് സ്പേം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ സ്ട്രക്ചർ ഓഫ് സ്പേം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം സ്പേമിനെ പറ്റിയിട്ട്? സ്പേമിനെ നോക്കുകയാണെങ്കിൽ സ്പേമിന് ഒരു ഹെഡ് ഉണ്ട്, ഒരു നെക്ക് ഉണ്ട്, ഒരു മിഡിൽ പീസ് ഉണ്ട്, ഒരു ടെയിൽ ഉണ്ട്. ഈ സ്ട്രക്ചേഴ്സ് നമ്മൾ ചെറിയ ക്ലാസ്സസ് തൊട്ടേ പഠിക്കുന്നതാണ്. ഓക്കെ, സോ സ്ട്രക്ചർ ഓഫ് സ്പേം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്പേമിനെ ഞാൻ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേമിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിനൊരു ഹെഡ് പോർഷൻ ഉണ്ട്, പിന്നെ ഒരു നെക്ക് പോർഷൻ ഉണ്ട്, പിന്നെ ഒരു മിഡിൽ പീസ് വരും, പിന്നെ ഒരു ടെയിൽ വരും. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഹെഡ് പീസ് കാണാം, ഒരു നെക്ക് പോർഷൻ വിച്ച് നോർമലി കണക്ട്സ് ദ ഹെഡ് ആൻഡ് ദ മിഡിൽ പീസ്. ഓക്കെ, ഇനി നമുക്കൊരു മിഡിൽ പീസ് ഉണ്ട്. ഈ മിഡിൽ പീസിന് ശേഷം നമുക്കൊരു ടെയിലും കാണാൻ പറ്റും വിച്ച് ഇസ് ദ ലോങ്സ്റ്റ് പാർട്ട്. ഓക്കെ, സോ ഈ ഓരോ പാർട്ടിലും ഓരോരോ ഫീച്ചേഴ്സ് ഉണ്ട്. സോ നമുക്ക് ഓരോ പാർട്ടിലും എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നോക്കുമ്പോൾ ഹെഡ് തന്നെ നമുക്ക് രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ട്, ഇവിടെയാണ് നമ്മുടെ ആക്രോസോം എന്നൊരു സാധനം ഉള്ളത്. ഈ ആക്രോസോം എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെയാണ് സ്ട്രോങ്ങർ ആയിട്ടുള്ള എൻസൈംസ് ഒക്കെ പ്രസന്റ് ആയിട്ടുള്ളത്. ഈ ആക്രോസോമിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു പെനട്രേറ്റ് ദ എഗ്ഗിനെ പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ആക്രോസോം എന്നുള്ളത്. ഓക്കെ, സോ പെനട്രേഷൻ പോസിബിൾ ആക്കുക എന്നതാണ് ആക്രോസോമിന്റെ മേജർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയാണ് നമ്മുടെ ഹെഡിലെ സെക്കൻഡ് പോർഷൻ, അതാണ് നമ്മളുടെ ഏതാണ് ന്യൂക്ലിയസ്, അതല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ കാണുന്ന ഭാഗം. സോ 23 ക്രോമസോം സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ന്യൂക്ലിയസ് ഉള്ള ഈ ഒരു ഹെഡ് പോർഷനിലെ സെക്കൻഡ് പാർട്ടിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു നെക്ക് പോർഷൻ കാണാം വിച്ച് ഇസ് നോർമൽ ആൻഡ് ദ മിഡിൽ പീസ് ആണ്. ഓക്കെ, സോ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെയാണ് സെൻട്രിയോൾസ് കാണാൻ വേണ്ടി പറ്റുന്ന നെക്ക് പോർഷനിൽ. പ്രോക്സിമൽ സെൻട്രിയോളും ഡിസ്റ്റൽ സെൻട്രിയോൾസ് ഒക്കെ നമുക്ക് ഈ ഒരു പോർഷനിൽ കാണാൻ വേണ്ടി പറ്റാറുണ്ട്. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ അടുത്ത പോർഷൻ ആണ് മിഡിൽ പീസ് എന്നുള്ളത്. സോ മിഡിൽ പീസ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നമുക്ക് മൈറ്റോകോൺഡ്രിയ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, കുറെ മൈറ്റോകോൺഡ്രിയാസ് ഉണ്ടാവും. ഈ മൈറ്റോകോൺഡ്രിയയുടെ മേജർ എയിം എന്ന് പറയുന്നത് ATP പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, ATP എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് വിച്ച് ഇസ് ദ എനർജി മോളിക്യൂൾ ഓർ ദ എനർജി കറൻസി എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, സോ ഈ ഒരു എനർജി കറൻസി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സ്പേമിന്റെ ലാഷിംഗ് മൂവ്മെന്റ്, അത് പറഞ്ഞാൽ സ്പേമിന്റെ മോട്ടിലിറ്റി നമുക്ക് ഫ്രീ ആയിട്ട് അത് പോസിബിൾ ആയിട്ട് നടത്താൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇവിടെയാണ് നമ്മുടെ മൈറ്റോകോൺഡ്രിയ, മിഡിൽ പീസിലാണ് നമ്മുടെ മൈറ്റോകോൺഡ്രിയ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. സോ മൈറ്റോകോൺഡ്രിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ ടെയിലിന് ആ ലാഷിംഗ് മൂവ്മെന്റ്, ഒരു ലാഷിംഗ് മൂവ്മെന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് പോസിബിൾ ആക്കാൻ പറ്റുന്നതും അങ്ങനെയാണ് സ്പേം മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് അത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എത്തിയിട്ട് ഓവത്തിനെ ഫൈൻഡ് ചെയ്യാനൊക്കെ വേണ്ടി പോകുന്നത് അങ്ങനെയാണ്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ലാഷിംഗ് മൂവ്മെന്റ് ഓർ എനർജി ഈസ് പ്രൊവൈഡഡ് ബൈ ദ മിഡിൽ പീസിലെ മൈറ്റോകോൺഡ്രിയ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വി ക്യാൻ സീ ദ ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള ടെയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ടെയിൽ എന്ന് പറയുന്നത് എന്താണ്? ടെയിൽ എന്ന് പറയുന്ന മൂവ്മെന്റ് പോസിബിൾ ആക്കുന്ന ഒരു പോർഷൻ ആണ് നമ്മുടെ ടെയിൽ എന്ന് പറയുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ATP പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് മൈറ്റോകോൺഡ്രിയ ഓൺ ദ മിഡിൽ പീസ്, അവിടെ നിന്നാണ് ആ ഒരു ടെയിൽ എന്ത് ചെയ്യുന്നത്, എനർജി യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. സോ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മുടെ സ്പേമിന്റെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഹെഡ് പീസ് കാണാൻ പറ്റും, അതേപോലെ നെക്ക് പോർഷൻ കാണാൻ വേണ്ടി പറ്റും, ആൻഡ് ടെയിൽ പോർഷൻ, ആൻഡ് ദിസ് ഇസ് ദ നെക്ക് പോർഷൻ, ആൻഡ് ദിസ് ഇസ് ദ മിഡിൽ പീസ്, ആൻഡ് ദിസ് ഇസ് ദ ടെയിൽ. ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, 4 പോർഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? ഹെഡ്, നെക്ക്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള 4 പോർഷൻസ് ആണ്. ഹെഡ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആക്രോസോം പോർഷനും ഉണ്ട്, പിന്നെ ഒരു ന്യൂക്ലിയോസോം കണ്ടെയ്നിങ് ക്രോമസോമൽ മെറ്റീരിയൽ ഉള്ള 23 ക്രോമസോം ഹോൾഡ് ചെയ്യുന്ന നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഈ ഒരു പാർട്ടിലാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ആൻഡ് നെക്ക് പോർഷൻ വിച്ച് ഐ ടോൾഡ് യു, അതൊരു കണക്ടിങ് ലിങ്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെയാണ് നമുക്ക് പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ സെൻട്രിയോൾസ് കാണുന്നത്. ഓക്കെ, ആൻഡ് വി ക്യാൻ സീ ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാം മിഡിൽ പീസിൽ എനർജി സോഴ്സ് ഓഫ് സ്വിമ്മിംഗ് ആയിട്ട് മൈറ്റോകോൺഡ്രിയനെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ ഓരോ രീതിയിലും നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ മൈറ്റോകോൺഡ്രിയനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? സോ മൈറ്റോകോൺഡ്രിയ റിലീസസ് എനർജി, റിലീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ടെയിലിന് ആ ഒരു ലാഷിംഗ് മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ക്ലിയർ അല്ലേ?
ഓക്കെ, സോ ഓരോന്നിനെ പറ്റി ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ ദേ ഹാവ് എ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് വിച്ച് ഇസ് നോർമലി സീൻ ഓൺ ദിസ് പാർട്ട്. ഓക്കെ, ആൻഡ് ദേ ഹാവ് പെറ്റേണൽ ക്രോമസോം. സോ യു നോ ദാറ്റ് മെയിൽസിലാണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പെറ്റേണൽ ആണ് അതിന്റെ ഒരു പെറ്റേണൽ രീതിയിലാണ് അത് വരുന്നത്. സോ ദാറ്റ് ഇസ് പെറ്റേണൽ ക്രോമസോംസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, ആൻഡ് ഹെഡിൽ തന്നെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്ന ഫ്രണ്ടിലുള്ള ഒരു റീജിയൻ ആണ് ആക്രോസോം, വിച്ച് ഇസ് എ ക്യാപ്പ് ലൈക്ക് ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ ഒരു ക്യാപ്പ് വിട്ട പോലെയല്ലേ ഉള്ളത്. ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഓവർ ദ ഹെഡ് ആണ്, വിച്ച് കണ്ടെയ്ൻ എൻസൈംസ് ആണ്, വിച്ച് ഇസ് നോർമലി ഹെൽപ്പിംഗ് ദം ടു പെനിട്രേറ്റ് ദ എഗ് ആണ്. ഓക്കെ, പെനിട്രേറ്റ് ദ ഓവത്തിനെ പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നെക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ നെക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു ദാറ്റ് നോർമലി കണക്ട്സ് ദ ഹെഡ് ആൻഡ് ദ മിഡിൽ പീസ് ആണ്. ആൻഡ് യു ഷുഡ് ഓൾവേസ് നോ ദാറ്റ് എന്താണ് അവിടെ നമുക്കൊരു സെൻട്രിയോൾസ് ഉണ്ടാകും, പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ സെൻട്രിയോൾസും കൂടി അവിടെ ഉണ്ട്. ഓക്കെ, ആൻഡ് മിഡിൽ പീസ് നോക്കുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് മൈറ്റോകോൺഡ്രിയനെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, മൈറ്റോകോൺഡ്രിയ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വിച്ച് ഇസ് എ പവർ ഹൗസ് ഓഫ് ദ സെൽ വിച്ച് ഇസ് നോർമലി ദർ ഫോർ പ്രൊഡ്യൂസിങ് എനർജിയാണ്. ഓക്കെ, ATP പ്രൊഡ്യൂസ് ചെയ്യും, ദേ സപ്ലൈസ് എനർജി ഫോർ ദ സ്പെർം മൂവ്മെന്റ്. ഓക്കെ, ആൻഡ് ദ ടെയിൽ പോർഷൻ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ അതൊരു ലോങ് ഫ്ലജല്ലമാണ്. ആ ഒരു ഫ്ലജല്ലത്തിന്റെ ബീറ്റിംഗ് മൂവ്മെന്റ് കൊണ്ടാണ് ഈ സ്പെർംസിന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്രയും ഭാഗമാണ് നിങ്ങൾ സ്ട്രക്ചർ ഓഫ് എ സ്പെർമിൽ കൃത്യമായിട്ട് നോക്കേണ്ട ഭാഗങ്ങൾ. എല്ലാ ഭാഗങ്ങളും നമ്മളോട് ഡ്രോ ചെയ്യാനും ലേബൽ ചെയ്യാനും ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. സോ ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.